അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 ചൊവ്വാഴ്ച. കേരയിൽ അനുമതിക്കായി വീണ്ടും കേരളത്തിന്റെ ശ്രമം. സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം ദേശീയപാത തകർന്ന വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരിന് 12 സ്ഥാനാർത്ഥികൾ. ഇടത് സ്ഥാനാർത്ഥി N സ്വരാജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്നലെ പത്രിക നൽകി. ഈ മാസം 5-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രിയെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും നാടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചുവെന്നും ആ ചതിപ്രയോഗം നടത്തിയത് മറക്കാനാവില്ലെന്നും KC വേണുഗോപാൽ UDF കൺവെൻഷനിൽ പങ്കെടുത്ത് പറഞ്ഞു. ചതി എന്ന വാക്ക് ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും KC കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. കേരളത്തിലെ BJPയുടെ നിയമസഭയിലെ ആദ്യ അക്കൗണ്ട് പൂട്ടിച്ചതിന് നേതൃത്വം നൽകിയ മനുഷ്യന്റെ പേരാണ് പിണറായി വിജയനെന്നും രാജസ്ഥാനിലെ സ്വന്തം രാജ്യസഭാ സീറ്റ് BJPക്ക് വെള്ളിത്താലത്തിൽ വെച്ചുനീട്ടി കേരളത്തിലേക്ക് അധികാര കുതിമൂത്ത് വണ്ടി കയറിയ മനുഷ്യന്റെ പേരാണ് KC വേണുഗോപാലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ആരെയാണ് ചതിക്കുന്നതെന്ന് മതനിരപേക്ഷ കേരളം തിരിച്ചറിയുമെന്ന് ചതിയെക്കുറിച്ച് പ്രസംഗിച്ചവർ മനസ്സിലാക്കിയാൽ നല്ലതെന്ന് മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളും പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങളും UDF കൺവെൻഷനിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടിയടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അതേസമയം നിലമ്പൂരിലെ UDF കൺവെൻഷനിലെ പാണക്കാട് കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യം ചർച്ചയായതിന് പിന്നാലെ നിലമ്പൂർ മണ്ഡലത്തിലെ പോത്തുകല്ലിൽ അബ്ബാസ് അലി തങ്ങൾ പ്രചാരണം ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. അൻവറിനെ കൂടെ കൂട്ടണം എന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ ആ അധ്യായം അടച്ചത് അൻവർ തന്നെയെന്നും മുതിർന്ന ലീഗ് നേതാവ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA പറഞ്ഞു. നോമിനേഷൻ പിൻവലിപ്പിച്ച് അൻവറിനെ സഹകരിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ UDF നേതൃത്വം പരിശോധിക്കട്ടെ എന്നും വള്ളിക്കുന്ന് MLA കൂടിയായ ഹമീദ് മാസ്റ്റർ ഇന്നലെ പറഞ്ഞിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന്റെ സ്ഥാവര ജംഗമ ആസ്തികളുടെ മൊത്തം മൂല്യം 34.07 കോടി രൂപ. 20.60 കോടി രൂപയുടെ ബാധ്യതയും അൻവറിനുണ്ട്. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശത്തോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അൻവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കയ്യിൽ പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്ന് കഴിഞ്ഞ ദിവസം അൻവർ വ്യക്തമാക്കിയിരുന്നു. ബ്ലാക്ക് മെയിലിംഗ് ആണ് PV അൻവറിന്റെ രാഷ്ട്രീയമെന്നും എന്തിനാണ് ഈ വേണ്ടി വന്നാൽ എന്ന ഭീഷണിയെന്നും അത് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെന്നും ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം. സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങളും കച്ചവട താൽപര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഭരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ നോക്കുക എന്നതിൽ കവിഞ്ഞ് പറയുന്ന ഒരു കാര്യത്തോടും ഒരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരാളാണ് അൻവർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനം. വന്യജീവി ആക്രമണം തുടരുന്നതിലാണ് ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനം സർക്കാരിനെതിരെ തുറന്നടിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്യജീവി പ്രശ്നം ചർച്ചയാകുന്നതിനിടെയാണ് ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിന്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം വിമർശനാത്മകമാണെന്നും കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാതിരിക്കാനുള്ള നടപടികൾ വേഗം നടക്കുന്നില്ലെന്നത് സർക്കാരിന്റെ കഴിവുകേടാണെന്നും മെത്രാപൊലീത്ത വിമർശിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ കോടതിയെ സമീപിച്ചു.
പ്രൊഡക്ഷൻ കൺട്രോളർമാരെ സാന്ദ്ര തോമസ് മോശക്കാരാക്കി ചിത്രീകരിച്ചു എന്നാണ് സംഘടന പറയുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് മാനനഷ്ട കേസാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ എറണാകുളം സബ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതിൽ സർക്കാർ കൊണ്ടുവന്ന ഉപാധികൾ കടുത്ത വഞ്ചനയാണെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VK സദാനന്ദൻ. സംസ്ഥാനത്ത് പലയിടത്തും ഓണറേറിയം വെട്ടിച്ചുരുക്കി. വേരിയബിൾ ഇൻസെന്റീവ് 500 രൂപയിൽ താഴെ പോയവർക്ക് പ്രതിമാസം കിട്ടുന്നത് 3500 രൂപ മാത്രമാണ്. ഓണറേറിയം നൽകുന്നതിൽ കൊണ്ടുവന്ന മാനദണ്ഡം പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതാണെന്നും സർക്കാർ വാഗ്ദാനം ലംഘിച്ചെന്നും സദാനന്ദൻ കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളെല്ലാം അവസാനിപ്പിക്കുന്നതായി പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി നടി പാർവതി തിരുവോത്ത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 5.5 വർഷമായല്ലോ എന്നും എന്തെങ്കിലും തീരുമാനമായോ എന്നും മുഖ്യമന്ത്രിയോടായി പാർവതി തിരുവോത്ത് ചോദിച്ചു. യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ ബെയിലിൻ ദാസിന് തിരിച്ചടി. വഞ്ചിയൂർ പോലീസ് പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി ബെയിലിൻ നൽകിയ ഹർജി കോടതി തള്ളി. ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നിബന്ധനകളോടെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. കേരളം കാണാനെത്തി എറണാകുളം വൈപ്പിൻ വളപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 9 യമൻ വിദ്യാർത്ഥികളിൽ 2 പേരെ കാണാതായി. 22 വയസ്സുള്ള ജിബ്രാൻ ഖലീൽ, 21 വയസ്സുള്ള അബ്ദുൽ സലാം മവാദ് എന്നിവരെയാണ് കാണാതായത്. ഇരുവരും സഹോദരങ്ങളാണ്. കോയമ്പത്തൂർ രത്നം കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ. വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ തട്ടിപ്പിൽ വീഴരുതെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. ഈ മൈഗ്രേറ്റിൽ രജിസ്റ്റർ ചെയ്ത റിക്രൂട്ടിംഗ് ഏജൻസികളുടെ മാത്രം കുടിയേറാനും പ്രലോഭനങ്ങളുമായി പലരും വരുമെന്നും അതിൽ വീഴരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വിജിലൻസ് സംഘമെത്തി. ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ അഴിമതി കേസിലെ വിവര ശേഖരണത്തിന്റെ ഭാഗമായി നോട്ടീസ് നൽകാനാണ് വിജിലൻസ് സംഘമെത്തിയത്. വിജിലൻസ് കേസിലെ പരാതിക്കാരനെതിരെ ED നേരത്തെ രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിന്റെ വിശദാംശങ്ങൾ ലഭിക്കാനാണ് നോട്ടീസ് നൽകിയതെന്ന് വിജിലൻസ് SP S ശശിധരൻ വ്യക്തമാക്കി. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലവർഷക്കെടുതി കാരണം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും. ഭർത്താവ് മരിച്ച ശേഷവും കുട്ടികളുമായി അതേ വീട്ടിൽ കഴിയുന്നതിന് ഭാര്യയ്ക്ക് നിയമപരമായ അവകാശമുണ്ടെന്ന് ഹൈക്കോടതി. ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് സ്ത്രീ സമാധാനത്തോടെ ആ വീട്ടിൽ കഴിയുന്നത് തടയാനോ അവരെ ഇറക്കിവിടാനോ അവകാശമില്ലെന്ന് ജസ്റ്റിസ് MB സ്നേഹലത വ്യക്തമാക്കി. ഭർത്താവിന്റെ സഹോദരങ്ങളും ഭാര്യമാരും ഭർത്തൃമാതാവും ദ്രോഹിക്കുന്നുവെന്നും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്നും കാണിച്ച് പാലക്കാട് സ്വദേശിയായ യുവതി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. പാലക്കാട് കൊടുന്തരപ്പള്ളിയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ മകൻ സിജിലിനെ അച്ഛൻ ശിവൻകുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട സിജിൽ കാപ്പ കേസ് പ്രതിയാണ്. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ അച്ഛൻ ശിവൻകുട്ടിയെ രാത്രി 10ഓടെ പോലീസ് പിടികൂടി. എറണാകുളം മുനമ്പം പള്ളിപ്പുറത്ത് യുവാവ് പങ്കാളിയെ വീടിനടുത്തുള്ള നടുറോഡിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തി. പനമ്പള്ളി നഗർ സ്വദേശി പ്രീത ആണ് കൊല്ലപ്പെട്ടത്. പള്ളിപ്പുറം സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ തോമസിന്റെ മകൻ സുരേഷാണ് ഒപ്പം താമസിച്ചിരുന്ന പ്രീതയെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് പിന്നാലെ സുരേഷ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പ്രീതയുടെ മേലുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. KSFE ഹാർമണി ചിൽസ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിൽസ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. Let's make this unforgettable.
Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. മണിരത്നം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന തമിഴ് ചിത്രം കർണാടകയിൽ നിരോധിക്കുന്നത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി കമൽഹാസൻ ഹൈക്കോടതിയിൽ. കന്നഡ തമിഴിൽ നിന്നും ഉത്ഭവിച്ചതാണെന്ന പ്രമോഷൻ പരിപാടിക്കിടെ കമൽഹാസൻ നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് കർണാടക ഫിലിം ചേംബർ ചിത്രത്തിന് സംസ്ഥാനത്ത് നിരോധനം ഏർപ്പെടുത്തിയത്. പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്ന് കമൽഹാസൻ നിലപാടെടുത്തതോടെയാണ് ഫിലിം ചേംബർ കർണാടകയിൽ സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന് തീരുമാനിച്ചത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിതീവ്ര മഴയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. ഇക്കൂട്ടത്തിൽ സിക്കിമിലെ ലാങ്ചുങ്ങിൽ കുടുങ്ങിയ 1678 വിനോദസഞ്ചാരികളെ രക്ഷിച്ചെന്ന വാർത്ത പുറത്തുവന്നിട്ടുണ്ട്. ഇവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും നിരവധി വിനോദസഞ്ചാരികൾ സിക്കിമിന്റെ പലയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി ദില്ലിയിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിനെ ആം ആദ്മി പാർട്ടി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച. കെജ്രിവാളിന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച നടന്നത്. ദില്ലി നിയമസഭാ പ്രതിപക്ഷ നേതാവ് അതിഷി മർലേന, CPM നേതാവ് ബൃന്ദ കാരാട്ട് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. രാഷ്ട്രപിതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ചിത്രം ബംഗ്ലാദേശിലെ പുതിയ കറൻസി നോട്ടിൽ നിന്ന് ഒഴിവാക്കി. രാഷ്ട്രപതിയുടെ ചിത്രത്തിന് പകരം ഹിന്ദു ബുദ്ധ ക്ഷേത്രങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുതിയ കറൻസി. 2025 ജൂൺ 1 ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിലായ നിലയിലാണ് പുതിയ നോട്ടുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിലക്ക് നീക്കി ബംഗ്ലാദേശ് സുപ്രീം കോടതി. ജമാഅത്തെ ഇസ്ലാമിയെ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ച് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 1971 വിമോചന യുദ്ധത്തിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മെയ് 28 ജമാഅത്ത് നേതാവ് ATM അസുറുൽ ഇസ്ലാമിനെ കോടതി കുറ്റവിമുക്തമാക്കിയതിന് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. ഹജ്ജ് തീർത്ഥാടനത്തിന് നാളെ മിനായിൽ തുടക്കമാകും. നാളെ മിനായിലെ കൂടാരത്തിൽ മുഴുവൻ തീർത്ഥാടകരും താമസിക്കുന്നതോടെയാണ് ഹജ്ജിന് ഔദ്യോഗിക തുടക്കമാകുക. ഇതിനായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിയ തീർത്ഥാടകർ നാളെ ഉച്ചയോടെ മിനായിലെ കൂടാരത്തിൽ എത്തിച്ചേരും. മക്കയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്നവർ ഹറം പള്ളിയിലെത്തി കഅബ പ്രദക്ഷിണം നടത്തിയ ശേഷമാണ് മിനായിലെ കൂടാരത്തിലേക്ക് പോകുക. ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിൽ അതൊരു വലിയ തെറ്റാണെന്നും ഇന്ത്യ സന്ദർശിക്കണമെന്നും ഇലോൺ മസ്കിനെ ഉപദേശിച്ച് ഇലോൺ മസ്കിന്റെ പിതാവ് എറോൾ മസ്ക്. ഇലോൺ മസ്ക് ഇന്ത്യ സന്ദർശിച്ചിട്ടില്ല എന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് എറോൾ മസ്ക് പറഞ്ഞു. ടെസ്ലയും സ്പേസ് എക്സിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനദാതാവായ സ്റ്റാർലിങ്കും ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുമ്പോഴാണ് മസ്ക് ഇന്ത്യ സന്ദർശിക്കണമെന്ന പിതാവിന്റെ ഉപദേശം. ഇന്ത്യ സന്ദർശിക്കണം എന്ന ഉപദേശം കൂടാതെ വിശ്രമിക്കാനും ഇടവേളയെടുക്കാനും പിതാവ് മകനെ ഉപദേശിക്കുന്നുണ്ട്. IPL കലാശപ്പോരിനെ ഒരുങ്ങി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇന്ന് നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. ഇരുവരും ആദ്യ കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബിനെ തോൽപ്പിച്ചാണ് RCB ഫൈനലിൽ പ്രവേശിക്കുന്നത്. പഞ്ചാബ് രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിക്കുകയായിരുന്നു. ഫൈനലിന് മഴ ഭീഷണിയും ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. IPL രണ്ടാം ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനോട് തോറ്റുപുറത്തായതോടെ റൺ വേട്ടക്കാരനുള്ള ഓറഞ്ച് ക്യാപ്പ് ഉറപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ 15 മത്സരങ്ങളിൽ നിന്ന് 759 റൺസുമായി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന സായ് സുദർശന്റെ ഒന്നാം സ്ഥാനത്തിന് ഭീഷണിയായിരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവ് 717 റൺസുമായി രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 650 റൺസ് അടിച്ച ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ദക്ഷിണാഫ്രിക്കൻ താരം ഹെൻറിച്ച് ക്ലാസൻ 33 വയസ്സിലാണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ക്ലാസൻ കളി മതിയാക്കുന്നത്. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് വിരമിക്കൽ തീരുമാനമെടുത്തതെന്നാണ് ക്ലാസൻ വ്യക്തമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.